ബിഗ് ബോസ് കാണുന്നതിനൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവോയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഈ സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണുമായി കമ്പയർ ചെയ്ത് നോക്കിയാലും ഏറ്റവും മനോഹരമായ, ഏറ്റവും രസകരമായ, ഉദ്യോഗജനകമായ ഒരു നോമിനേഷനാണ് നടന്നത്. കരിവാരി മുഖത്ത് കേൾക്കുക നോമിനേറ്റ് ചെയ്യുന്ന ആളെ. സോ ഈ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് അഭിഷേക് ശ്രീകുമാറിനെയാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്രയും അധികം ഹേറ്റേഴ്സ് ഹൗസിനുള്ളിൽ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം. അതിന് പ്രധാന കാരണം അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെന്താണെന്ന് വ്യക്തമായി ഞാൻ കേട്ടില്ല. എനിവേ ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല. കാരണം കാലഘട്ടം മാറി, എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. തീർച്ചയായും ഞാൻ ഏറ്റവും അധികം പ്രോമിസിങ് ആവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അഭിഷേക് ശ്രീകുമാർ നേരത്തെ പറഞ്ഞതും. ഇപ്പോഴും അതിൽ മാറ്റമില്ല. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഈ ഞാൻ മുൻപ് പറഞ്ഞ പോലെ മറ്റ് കാരണങ്ങൾ കൊണ്ട് പുറത്തായില്ലെങ്കിൽ തീർച്ചയായും ഒരു 70-ാം ദിവസം അടുക്കുമ്പോൾ ഈ സീസൺ തന്നെ റൂൾ ചെയ്യുന്ന ഒരു എംപററായി മാറും എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഇദ്ദേഹത്തിന് വിജയിയാവാൻ സാധിക്കില്ല. ഒരുപക്ഷെ റോബിനും അല്ലെങ്കിൽ രജിത് കുമാറും ഒക്കെ പുറത്തായതുപോലെ ഇദ്ദേഹം ഔട്ടായി പോകുന്ന ഒരു കാഴ്ചയുണ്ടാവും. ആക്ച്വലി ഈ ഗെയ് എന്നൊക്കെ പറയുന്ന ഏർപ്പാടിനോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ അവർ കൊള്ളില്ല അല്ലെങ്കിൽ അവരില്ലാതാവണമെന്നൊന്നും പറയാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. എനിവേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ സീസണിലെ ഒരു എംപറായി മാറി പുറത്തു പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റായി അഭിഷേക് ശ്രീകുമാർ മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രവചിക്കാൻ ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു വ്യക്തമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും അതുപോലെ തന്നെ ഈ ഗെയ് കമ്മ്യൂണിറ്റിയൊക്കെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്ക് എന്തായാലും വിജയിക്കാനുള്ളൊരു ചാൻസ് ചാനലിൻ്റെ ഭാഗത്തുനിന്നോ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. അത് ഒരിക്കലും അവർ പ്രോത്സാഹിപ്പിക്കില്ല. എനിവേ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റി നിർത്തി മത്സരിച്ചാൽ ഏറ്റവും മികച്ച വിന്നറാവാൻ ഏറ്റവും യോഗ്യനായ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് നിലവിൽ എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.